ആം ആദ്മി സർക്കാർ തകർന്നു വീഴുമ്പോഴും ബി.ജെ.പി. ലീഡ് ഉയർത്തുമ്പോഴും സംപൂജിതരായി തുടരുകയാണ് കോൺഗ്രസ്. തുടർച്ചയായി 15 വർഷം ഇന്ദ്രപ്രസ്ഥം കയ്യേറിയ കോൺഗ്രസ് പാർട്ടിക്ക് ഇത്തവണ സന്തോഷിക്കാനൊന്നുമില്ല. ഒരു അക്കൗണ്ട് പോലും തുറക്കാനാകാതെ സാന്നിധ്യം പോലും കോൺഗ്രസിന് തെളിയിക്കാനായില്ല. വോട്ടെണ്ണലിന്റെ ആദ്യ സമയം 2 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലീഡ് നേടിയിരുന്നെങ്കിലും പിന്നീട് തോറ്റു. 1998 മുതൽ 2013 വരെയുള്ള കാലഘട്ടം മുഴുവൻ ഡൽഹിയെ ഭരിച്ചത് കോൺഗ്രസ് ആണ്. ആം ആദ്മിയുടെ വരവോടെ കോൺഗ്രസും അദൃശ്യമായി. അഴിമതിയിൽ മുങ്ങിയ രാജ്യതലസ്ഥാനത്തെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കാൻ ചൂലുമായി വന്ന പാർട്ടിയാണ് ആം ആദ്മി. ഭരണം കിട്ടിയതോടെ അഴിമതി ആവർത്തിച്ചതിനുള്ള മറുപടിയാണ് ഈ ജനവിധി. ആപ്പിന്റെ ദുർഭരണത്തിൽ മനം മടുത്ത ഡൽഹി ജനത പക്ഷേ കണ്ടെത്തിയത് കോൺഗ്രസിനെ ആയിരുന്നില്ല. 15 വർഷം ഡൽഹി നിയമസഭ ഭരിച്ചത് കോൺഗ്രസ് ആണ്. അന്നു നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നേടിയതാകട്ടെ 31 സീറ്റുകൾ. കേവല ഭൂരിപക്ഷത്തിന് 5 സീറ്റുകൾ കുറവ്. ആം ആദ്മി 28 സീറ്റുകളും ഭരണകക്ഷിയായിരുന്ന കോൺഗ്രസ് 8 സീറ്റുകളും നേടി. ആപ്പും കൈപ്പത്തിയും ഒന്നിച്ചു ഭരണം 41 ദിവസം മാത്രം. തുടർന്ന് രാഷ്ട്രപതി ഭരണത്തിലേക്ക് ഡൽഹി എത്തി. 2 വർഷങ്ങൾക്കപ്പുറം 2015 ആം ആദ്മിയുടെ വമ്പൻ മുന്നേറ്റമാണ് കണ്ടത്. ചൂലെടുത്ത ആപ്പ് 70 സീറ്റിൽ 67 നേടി അധികാരത്തിലേറി. 3 സീറ്റുകൾ നേടി ബി.ജെ.പി. വീണ്ടും സാന്നിധ്യം അറിയിച്ചെങ്കിലും അന്നു മുതൽ അക്കൗണ്ട് തുറക്കാൻ പോലും കോൺഗ്രസിനായില്ല. 2020 ആപ്പിന് അധികാര തുടർച്ച. 62 സീറ്റ് നേടി ആം ആദ്മിക്ക് തുടർ ഭരണം. 3 നിന്ന് 8 സീറ്റുകളായി ഉയർത്തി ബി.ജെ.പി. അപ്പോഴും 1.5 പതിറ്റാണ്ട് ഡൽഹി ഭരിച്ച കോൺഗ്രസിനെ ജനങ്ങൾ തള്ളിപ്പറഞ്ഞു. ആശ്വസിക്കാനായി ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ നേരിട്ട അഴിമതി ആരോപണങ്ങൾ, ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയുടെ കുംഭകോണ കേസുകൾ, അഴിമതിയിൽ നിന്ന് രക്ഷിക്കുമെന്ന് ഉറപ്പു നൽകിയ ആം ആദ്മി പക്ഷേ അഴിമതിയിൽ മുങ്ങിയ കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ 27 വർഷങ്ങൾക്ക് ശേഷം രാജ്യതലസ്ഥാനം ബി.ജെ.പിക്ക് സ്വന്തം. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.